സ്വർഗീയ പിതാവിൻ്റെ സകല മഹത്വവും കരയറ്റിക്കൊണ്ട് തിരുവചന ധ്യാനത്തിനൊരുങ്ങുകയാണ് ഇന്നേ ദിവസം. ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മെ സ്നേഹിച്ചും കരുതിയും വാത്സല്യച്ചും ചേർത്ത് നിർത്തിയും നമ്മെ ധന്യരാക്കുവാൻ വചനം തന്നും വാഗ്ദത്തം ഉറപ്പിച്ചും കൈപിടിച്ച് നടത്തിയും ധൈര്യപ്പെടുത്തിയുമെല്ലാം നമ്മോട് കൂടെ നിൽക്കുന്ന മഹാദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് കർത്താവ് നമ്മോട് ഹൃദ്യമായിട്ട് ഇടപെടട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഈ ദിവസത്തെ ആത്മീക സന്ദേശത്തിനായി ശൗമേലിൻ്റെ 1-ാം പുസ്തകം 9-ാം അധ്യായം 26-ാം വാക്യം വായിക്കാൻ ഒരുങ്ങുകയാണ്. 1 ശൗമേൽ 9:26. അവർ അതികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റു. ശൗമേൽ മുകളിൽ നിന്ന് ശൗലിനെ വിളിച്ചു, എഴുന്നേൽക്കുക, ഞാൻ നിന്നെ യാത്ര അയക്കാം എന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റു. അവർ രണ്ടുപേരും, അവനും ശൗമേലും തന്നെ വെളിയിലേക്ക് പുറപ്പെട്ടു. ശൗമേൽ സംഭവം പഴയ നിയമത്തിലെ വലിയ ചിന്തകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള, ഒരുപാട് പ്രാവശ്യം അനുദിന സന്ദേശത്തിലൂടെ തന്നെ ഈ ഭാഗത്തു നിന്ന് നുറുങ്ങ് ചിന്തകൾ സംവാദിക്കുവാനും പറയുവാനും ചിന്തിക്കാനൊക്കെ അവസരം തന്നിട്ടുള്ളത് ഞാൻ ഇന്നെന്നവണ്ണം ഓർക്കുന്നു. ഇന്ന് വീണ്ടും ഈ ഭാഗം വായിക്കുമ്പോൾ ഞാനെന്നോ അടിവരയിട്ട് വെച്ചിരുന്നൊരു ഭാഗത്തെ വീണ്ടും ദൈവമായ കർത്താവ് ഓർപ്പിച്ചു. ആ ഭാഗത്തു നിന്ന് ഒരു ലളിത സുന്ദര സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. കടുത നഷ്ടപ്പെട്ട കീഷിൻ്റെ മകനായിരിക്കുന്ന സമ്പന്ന കുടുംബത്തിലെ ഉത്തമനായിരിക്കുന്ന മകൻ ശൗല് അപ്പൻ പറഞ്ഞതനുസരിച്ചൊരു ഭൃത്യനെയും കൂട്ടി കഴുതയെ തേടി ഇറങ്ങുന്ന സംഭവം ശൗമേലിൻ്റെ പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങളിലെ ബഹുലമായിരിക്കുന്ന ചിന്തയാണ്. നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന വലിയ ചരിത്രവുമാണ്. കഴുതയെ തിരിഞ്ഞ് പൃഥ്വിനും ശൗലും കൂടി 3-4 പട്ടണങ്ങൾ കയറി ഇറങ്ങി. അവിടെ എങ്ങും കഴുതയെ കണ്ടെത്തിയില്ല. ഭാരത്തോടും നിരാശയോടും കൂടി നഷ്ടബോധം മനസ്സിൽ പേറി വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്ന ശൗലിനോട് പൃഥ്വിനാണ് പറഞ്ഞത്, ഇവിടെ എവിടെയെങ്കിലും ഒരു ദർശകനുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ അടുക്ക പോകാം, അത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അതിനോടനുബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ശൗമേലിൻ്റെ അടുക്കൽ ശൗലിനെ കൊണ്ടെത്തിക്കുകയാണ് ദർശകൻ. ചോദിച്ചും പറഞ്ഞ് അവിടെ എത്തിയ മാത്രയിൽ ദൈവനിയോഗപ്രകാരം ശൗലിനോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഇവിടെ താമസിക്കുക, എൻ്റെ കൂടെ ആഹാരം കഴിക്കുക, വാ പൂജാഗിരിയിലേക്ക് വാ, എന്നിട്ട് നാളെ നിങ്ങൾക്ക് പോകാം എന്നല്ല. 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാളെ ഞാൻ നിന്നെ യാത്രയാക്കാം, നാളെ ഞാൻ നിന്നെ യാത്ര അയക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിടിച്ചു നിർത്തിയത്. ആ വാക്കിനകത്ത് എന്തോ സൽസൂചനയുണ്ട്, നല്ല എന്തോ കാര്യം. രാവിലെ പോകാം, ഇരുട്ടായില്ലേ എന്നൊരു ലാഘവത്തോടല്ല, ശൗമേൽ എന്തോ കരുതിക്കൂട്ടിയാണ്. അദ്ദേഹം പറയുന്നു 19-ാം വാക്യത്തിൽ, മോനെ ഇന്നിവിടെ തങ്ങ്, എൻ്റെ കൂടെ ഈ പ്രാർത്ഥനാ സ്ഥലത്ത് ഇവിടെ നിൽക്ക്, ഇവിടെ നിന്ന് നിനക്ക് നാളെ പോകാമെന്നല്ല, ഞാൻ നിന്നെ യാത്രയയക്കാം. അന്ന് രാത്രി അവിടെ തങ്ങി. ഞാനിങ്ങനെ എൻ്റെ ഏതോ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരഭിഷിക്തൻ്റെ കൂടെ, പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ, ഒരു ദൈവഭൃത്യൻ്റെ കൂടെ, ദൈവവുമായിട്ട് ബന്ധമുള്ളവൻ്റെ കൂടെ ഒരു രാത്രി തങ്ങിയാൽ എന്ത് സംഭവിക്കാം. നമ്മുടെ പിള്ളേരെയൊക്കെ അനേക ബന്ധുവീട്ടിൽ പോലും ഒരു ദിവസം തങ്ങിയാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടുന്ന എങ്ങനെയാണെന്ന് പറയാനൊക്കെയല്ല. നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ എത്രയോ കഥകൾ, എത്രയോ രഹസ്യങ്ങൾ. എവിടെയെങ്കിലും പോയി ഒരു രാത്രി താമസിച്ച് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വേറൊരു രീതിയിൽ മനസ്സ് മാറി, ചിലപ്പോൾ നിഷ്കളങ്കൻ കളങ്കം പറ്റിയവനായി, അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെയൊക്കെയാണ് സ്വന്തം ബന്ധുവീട്ടിൽ നിന്ന് പോലും ചിലരൊക്കെ തിരിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ ഈ കൗൺസിലിംഗ് നടത്തുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ് താനും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവകൃപയുള്ള, അഭിഷേകമുള്ള, ആത്മനിയോഗമുള്ള, ദൈവത്തോട് കൂടെ നിൽക്കുന്ന, ദൈവവുമായിട്ട് നിരന്തര സമ്പർക്കമുള്ള, ദൈവവുമായിട്ട് മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കുന്ന ഈ പ്രവാചകൻ്റെ വീട്ടിൽ ഒരു രാത്രി തങ്ങി. ഒരു രാത്രി ഒരു ദൈവദാസൻ്റെ കൂടെ തങ്ങിയപ്പോൾ ശൗല് പ്രഭുവായി മാറി എന്ന് വേണം അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂടെ
ഒരു രാത്രി ഒരതിഥി തങ്ങി മടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും മടങ്ങുന്നത്? അങ്ങേരുടെ ഉള്ളതെല്ലാം ചോദിച്ചും പറഞ്ഞും ഫോൺ നമ്പറും മേടിച്ച് അക്കൗണ്ട് നമ്പറും കൊടുത്ത് അയ്യോ. പക്ഷേ ഈ അഭിഷിക്തൻ്റെ കൂടെ തങ്ങി തിരിച്ചു ചെല്ലുമ്പോൾ ശൗല് വന്നതുപോലല്ല ഒരു രാത്രി കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ വായിച്ച വാക്യം 9:26. അവിടെ രാവിലെ ശൗമേൽ എഴുന്നേറ്റു, മുകളിൽ നിന്ന് വിളിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം ചിലപ്പോൾ മാളികയായിരിക്കാം. മുകളിലത്തെ മുറിയിൽ അദ്ദേഹം തങ്ങി താഴെ ഇവരെ അതിഥികൾ പാർക്കുന്നിടത്ത് പാർപ്പിച്ചിരിക്കാം. മുകളിൽ നിന്ന് ശൗലിനെ വിളിച്ചു, എഴുന്നേൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ യാത്ര അയക്കാം. ആ യാത്രയയപ്പ്, എഴുന്നേൽക്കുക, ഞാൻ നിന്നെ യാത്ര അയക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എഴുന്നേൽക്കുക എന്നുള്ള വാക്ക് അനേക ഇടങ്ങളിൽ അനേകരോടുള്ള ബന്ധത്തിൽ ബൈബിളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ബൈബിളിൻ്റെ ഒരു പ്രത്യേക ഫ്രേസാണ് ആ വാക്കും. എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് തിന്നുക, എഴുന്നേൽക്കുക, ദൂരയാത്ര ചെയ്യാനുണ്ട്, വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ചു, അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി വാക്കുകൾ. ഇവിടെ സർവശക്തനായ ദൈവം ശൗമേലിലൂടെ ശൗലിനോട് പറയുകയാണ്, അതിരാവിലെ അരുണോദയത്തിങ്കൽ എഴുന്നേക്ക്. എന്തിനെഴുന്നേക്കുന്നത്? ചിലപ്പോൾ പിള്ളേർ ചോദിക്കാറുണ്ട് ഈ അവധി ദിവസമൊക്കെ രാവിലെ എഴുന്നേറ്റോളണം എന്ന് പറഞ്ഞു. എന്തിനെഴുന്നേക്കുന്നത്? നാളെ സ്കൂളില്ല, എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്കെങ്ങും പോകാനില്ല, എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, പിന്നെ എന്തിനെഴുന്നേക്കുന്നത്? ഞാനതിനെ സരളമാക്കാതെ ചെറു ഗൗരവമായി ചോദിക്കട്ടെ, ബ്രദറെ, സിസ്റ്ററെ, എന്തിനെഴുന്നേക്കുന്നത്? ചുമ്മാ എഴുന്നേറ്റു, ചായ ഉണ്ടാക്കി കുടിച്ചു, പത്രം വായിച്ചു, അങ്ങോട്ട് തിരിഞ്ഞിരുന്നു, ഇങ്ങോട്ട് മാറിയിരുന്നു, ഉച്ചയായി, സന്ധ്യയായി, ഉഷസുമായി, അങ്ങനെയാണ് എഴുന്നേക്കുന്നത്. എന്തിനാ? പിള്ളേർ ചോദിക്കുന്ന സത്യം. പക്ഷെ ഇന്നൊരു പ്രവചനദൂത് പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, മനസ്സ് തളർന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച് പലതിലും പരാജയപ്പെട്ട് നഷ്ടബോധം മനസ്സിൽ പേറി ഇനി എന്ന് കിട്ടും, ഇനി എന്താകും എന്നുള്ള ചിന്ത കൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവരോട് ഈ വർഷാവസാന ദിവസങ്ങളിൽ സ്വർഗം പറയുന്നു, നിരാശപ്പെട്ട് ചുരുണ്ട് കിടക്കാതെ, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ഇനി ഒരിക്കലും എൻ്റെ യാത്ര നടക്കില്ല, ഇനി ഒരിക്കലും എൻ്റെ മടങ്ങിപ്പോക്കുണ്ടാകില്ല, ഇനിയൊരു ശുഭത വരില്ല, ഞാൻ കണ്ട സ്വപ്നങ്ങളൊന്നും നടക്കില്ല, എൻ്റെ തലയിൽ കൈവച്ച് ദൈവദാസന്മാർ പറഞ്ഞതൊക്കെ വെറും വാക്കായി പോകും, ഞാൻ വായിച്ചതും എൻ്റെ ഡയറികളിൽ എഴുതി വെച്ചതും അനേക യോഗത്തിൽ കൈയടിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു എന്ന് ഞാൻ പലരോടും പറഞ്ഞ ഞാൻ എൻ്റെ മനസ്സിൻ്റെ കോണിൽ കോറിയിട്ടിരിക്കുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല, ഭാരം മാത്രം, നിരാശ മാത്രം. അങ്ങനെ ഒരു ചിന്തയോടുകൂടി ആരെങ്കിലും ഈ ദിവസങ്ങൾ, ഈ വർഷത്തോട് യാത്ര പറയാൻ നിങ്ങൾ തല താഴ്ത്തി ഭാരം സഹിച്ച് ശിരസിൽ ദുഃഖങ്ങൾ പേറി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാക്ക് വളരെ ശ്രദ്ധയോടെ ഒത്തിരി നേരം സസൂക്ഷ്മ ശ്രദ്ധയ്ക്ക് വിധേയപ്പെടുത്തിയ അനന്തരം നിങ്ങളോട് പങ്കുവയ്ക്കുക. ദൈവം പറഞ്ഞിട്ട് പങ്കുവയ്ക്കുക. എഴുന്നേക്ക്. ശൗമേലിൻ്റെ സ്ഥാനത്ത് ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് ആത്മപ്രേരണയിൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഇത് അനേകർക്ക്, ഏറ്റവും ചുരുങ്ങിയത് ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഒരു 100 പേർക്കെങ്കിലും ഈ വാക്ക് ഫലിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആത്മാവിൽ ഈ ദൂതയക്കുക. എഴുന്നേക്ക്, ഞാൻ നിന്നെ യാത്ര അയക്കാം. നീ സ്വപ്നം കണ്ടിടത്തേക്ക്, നിൻ്റെ ഭാവി തുന്നിച്ചേർത്തെടുക്കേണ്ടിടത്തേക്ക്, നിന്നെ ഒരിക്കലും കയറ്റത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിടത്തേക്ക്, നീ ഭാരപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്ന നിൻ്റെ ആ വീട്ടിലേക്ക്, നിൻ്റെ ഭർതൃഗ്രഹത്തിലേക്ക്, നീ പോകാൻ ആഗ്രഹിച്ച രാജ്യത്തിലേക്ക്, നീ ദൈവത്തോട് പ്രാർത്ഥിച്ച് പടം വരച്ച് ദൈവസന്നിധിയിൽ എഴുതി വച്ചിരിക്കുന്ന നിൻ്റെ സ്വപ്ന മണ്ണിലേക്ക്, നിൻ്റെ ഭാവി ഉറങ്ങിക്കിടക്കുന്ന നിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവം കണ്ടുവച്ചിരിക്കുന്ന ദേശത്തേക്ക് എഴുന്നേക്ക്. ഞാൻ നിന്നെ യാത്ര അയക്കാം. ഞാനിങ്ങനെ പറയട്ടെ, നെക്സ്റ്റ് ഇയർ, ഇനി കുറച്ച് ദിവസം കൂടി പിന്നിടുമ്പോഴേക്കും, 10-20 ദിവസം പിന്നിടുമ്പോൾ ഈ മാസം അങ്ങ് കടന്നു പോകും, ഈ ആണ്ടും കടന്നു പോകും. ഈ ദൂത് 2025 ജനുവരിയിലേക്ക്, അടുത്ത വർഷത്തിൻ്റെ കവാടത്തിലേക്ക് ഞാൻ എഴുതി ചേർക്കുക. എഴുന്നേക്ക്, കുറച്ചുകൂടെ പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ, ഈ 10-20 ദിവസം ഉണ്ടല്ലോ, ചില ദിവസങ്ങൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുക.
ഒരു പരിപാടിയില്ലെങ്കിൽ ചുമ്മാ നിരാശപ്പെട്ടിരിക്കാതെ 2-3 ദിവസങ്ങൾ നിങ്ങൾ മാറ്റിവെക്ക്. വൈകുന്നേരം വരെയെങ്കിലും ഒരു ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഈ ശൗമേലിനെ പോലെ ആരെങ്കിലും നിങ്ങൾക്ക് സ്നേഹമുള്ളവർ കിട്ടുമെങ്കിൽ അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ചുമ്മാ ടൈം പാസിനല്ല, ബോറടി മാറ്റാനല്ല, ടെൻഷൻ കുറയ്ക്കാനല്ല, പ്രാർത്ഥിക്കാൻ. എവിടെയെങ്കിലും പ്രാർത്ഥനയോ ഉപവാസമോ ഒക്കെ നടക്കുന്നുവെന്ന് വിശ്വസ്തയോടെ, ഉപദേശപ്പശകില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനുണ്ടെന്നറിഞ്ഞാൽ അവിടെ പോയി നിങ്ങൾ ആ മൂലയിൽ, ആ ഹോളിൻ്റെ മൂലയിലാണെങ്കിൽ ഒരു ഷീറ്റ് വിരിച്ച് കിടക്കുക. ദൈവം നിങ്ങളെ തട്ടി ഉണർത്തും, എഴുന്നേൽപ്പിക്കും. എന്നിട്ട് സ്വർഗം നിങ്ങളെ യാത്രയാക്കും. അനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലേക്ക്, ഉന്നത സ്ഥാനങ്ങളിലേക്ക്, ദൈവം വാക്ക് പറഞ്ഞ സ്ഥലത്തേക്ക്. എഴുന്നേക്ക്, ഞാൻ നിന്നെ യാത്രയാക്കാം. ഇത് ദൈവം പറയുന്നത് പോലെ, ഷാജി പാസ്റ്റർ അല്ല. ഈ വാക്യം നോക്കിയിട്ട് പറ, ദൈവം പറയുന്നത് പോലെ നിൻ്റെ മനസ്സിൽ നീ സംഗ്രഹിക്കുക. എഴുന്നേക്ക്, ഞാൻ നിന്നെ യാത്രയാക്കാം. എൻ്റെ കുഞ്ഞിനെ, അമ്മേ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ മോളെ, ആ മോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ശൗമയിൽ യാത്രയാക്കിയതുപോലെ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ നിങ്ങളുടെ വാഹനത്തിൽ ആ കുഞ്ഞെത്തിച്ചേരേണ്ട സ്ഥലത്തോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് യാത്രയയക്കാൻ ദൈവം അവസരം തരട്ടെ. 2-3 കൊല്ലമായി ഒരിടത്തേക്കും പോക്കടമില്ലാതെ കെട്ടിക്കിടക്കുന്ന വിഷയത്തിന് പരിഹാരമാകട്ടെ. എഴുന്നേക്കാൻ പറ, എഴുന്നേക്ക്, ഞാൻ നിന്നെ യാത്രയാക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു യാത്രയ്ക്ക് വേണ്ടി കൊതിക്കുന്ന, ഒരു മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ചില നാളുകളായി അമർന്ന് കിടക്കുന്ന ശൗമേലിൻ്റെ വീട്ടിൽ, ആ കൂടാരത്തിൽ, ആ പൂജാഗിരിയിൽ, ആ പ്രവചന കുന്നിൽ ഒരു രാത്രി തങ്ങിയ ശൗലിനെ പോലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ, കർത്താവിൻ്റെ പാദപീഠത്തിൽ ചേർന്ന് കിടക്കുന്ന അങ്ങയുടെ മക്കളിൽ ആരെങ്കിലും എൻ്റെ കർത്താവ് യാത്രയയക്കണേ. നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, അവരുടെ ഭാവി ജീവിതത്തിലേക്ക്, കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് അവരെ യാത്രയയക്കണേ. എഴുന്നേക്കട്ടെ, തട്ടി ഉണർത്തണേ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.